സംസ്ഥാനത്ത് കാലവർഷം എത്തിയതിന് പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. വരുന്ന 3 ദിവസം എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലൊക്കെ നല്ല സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. കാരണം ഓറഞ്ച് അലർട്ടാണ്. മറ്റ് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പറഞ്ഞതിനു മുമ്പ് തന്നെ സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷമെത്തി. അതിന് പിന്നാലെയാണ് ചക്രവാത ചുഴിയും രൂപപ്പെട്ടത്. വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജൂൺ 3 വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ മുന്നറിയിപ്പുള്ളതിനാൽ എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും. ഈ വർഷം കാലവർഷത്തിന് മുന്നോടിയായി വ്യാപക മഴയാണ് ലഭിച്ചത്. കൊച്ചിയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറി. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും കരകവിഞ്ഞു. 100ഓളം വീടുകളിലും കടകളിലും വെള്ളം കയറി. ദേശീയപാതയിൽ ഉൾപ്പെടെ പല റോഡുകളിലും ഗതാഗതക്കുരുക്കുണ്ടായി. കനത്ത മഴയിൽ വർക്കല പാപനാശം കുന്നുകൾ ഇടിഞ്ഞു. കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞു. ഇടുക്കിയിൽ ചെറുതോണിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ആലപ്പുഴയിലും കൊല്ലത്തുമായി മഴക്കെടുതിയിൽ 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത്തവണ കാലവർഷം കനക്കും എന്ന മുന്നറിയിപ്പുള്ളതിനാൽ സർക്കാർ ഒരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. NDRFന്റെ 2 സംഘങ്ങൾ സംസ്ഥാനത്ത് സജ്ജമാണ്. വരും ദിവസങ്ങളിലായി 7 സംഘങ്ങൾ കൂടിയെത്തും. ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി 3593 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 42 ക്യാമ്പുകളിലായി 712 കുടുംബങ്ങളിലെ 2192 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീമും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.